ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ഉത്തരേന്ത്യയിൽ ഹോളി എന്ന ഉത്സവം ആചരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ പാറ്റ്നയിൽ ഇന്നാണ് ഹോളി. അതിനുള്ള പല കാരണങ്ങൾ പറയുന്നുണ്ട്. കാരണം ഹോളിയുടെ ദിവസം അവർ ആഘോഷമെല്ലാം കഴിഞ്ഞ് മീനും മാംസവും ഒക്കെ കഴിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച ഇവർക്ക് കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നാണെന്നൊക്കെ പറയുന്നു. അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. വീടിനകത്ത് തന്നെയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. നാം ദൈവമക്കളാണെന്ന് വ്യക്തമായി ദൈവവചനം നമ്മോട് പറയുന്നു. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് ഈ കാര്യത്തോളം ബന്ധത്തിൽ സാക്ഷ്യം പറയുന്നു. അതുമാത്രമല്ല, നമുക്ക് അവകാശവും ഉത്തരവാദിത്വവും ലഭിച്ചിട്ടുണ്ട്. മക്കളെങ്കിലോ നാം അവകാശികളാണ്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. അതിനുശേഷം ഒരു ഉത്തരവാദിത്വം കൂടി പറയുകയാണ്. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, കഷ്ടം അനുഭവിച്ചിട്ട് എനിക്ക് തേജസ്കരണം വരൂ എന്നുള്ളതല്ല അതിൻ്റെ പ്രാധാന്യ കാര്യം. ക്രിസ്തീയ ജീവിതം കഷ്ടം നിറഞ്ഞതാണ്. യേശു ക്രിസ്തു നമ്മുടെ മാതൃകാ പുരുഷനാണ്. തന്നെ ഈ ലോകം അംഗീകരിച്ചില്ല. കഷ്ടത്തിലൂടെയാണ് താൻ കടന്നുപോയത്. തൻ്റെ 33.5 വയസ്സുകാലം ചിന്തിച്ചാൽ ജനനം മുതൽ മരണം വരെയും കഷ്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് കാണുവാനായി കഴിയും. അതിനുശേഷം താൻ ഏറ്റവും ശ്രേഷ്ഠമായ നാമത്താൽ ഉയർത്തപ്പെട്ടു. ഇന്ന് സ്വർഗത്തിൽ സകലനാമത്തിലും മേലായ നാമം ധരിച്ച് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതായി, അധികാരസ്ഥാനത്തിരിക്കുന്നതായി നാം കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾക്ക് കഷ്ടമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ അത് വലിയ പരാജയമാണ്. ഇന്ന് വളരെ ദുഃഖകരമായ കാര്യം, പലരും യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകുവാൻ ആഗ്രഹിക്കുന്ന കാരണം അവിടെ വലിയ സന്തോഷവും സമാധാനവും ഉണ്ട്. അത് സത്യമാണ്. യേശുക്രിസ്തു തരുന്ന സന്തോഷവും സമാധാനവും പോലെ ലോകത്തിൽ ആർക്കും തരുവാനായിട്ട് കഴിയില്ല. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവന് മാത്രമേ ഈ കഷ്ടങ്ങളെ സന്തോഷത്തോടെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി ചിന്തിച്ചല്ലോ, ജഡത്തിൻ്റെ ശക്തിയാൽ നടത്തപ്പെടുന്ന വിശ്വാസി, അതുപോലെ ആത്മാവിൻ്റെ ശക്തിയാൽ നടത്തപ്പെടുന്ന വിശ്വാസി. അങ്ങനെ 2 തരം വിശ്വാസികളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുമ്പോൾ ഏത് കഷ്ടങ്ങളെയും സന്തോഷത്തോടുകൂടി നമുക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയും. 8:18 നാം വായിക്കുന്നത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നാം എവിടെ എത്തിച്ചേരും, എന്തായിത്തീരുമെന്നുള്ള ആ കാര്യം വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് വലിയൊരു പ്രത്യാശയുണ്ട്. ലോകപരമായിട്ടും അത് നമുക്ക് വിവരിക്കാനായിട്ട് സാധിക്കും. ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ കഠിനമായ അധ്വാനമുണ്ട്. നമ്മുടെ ഭാരതത്തിൽ വളരെ പ്രസിദ്ധരാണല്ലോ ക്രിക്കറ്റേഴ്സ്. ആ വ്യക്തികളൊക്കെ എത്തിയതിന് പുറകില് അവരുടെ അതികഠിനമായ പരിശ്രമം ഉണ്ടായിരുന്നു. ആ പരിശ്രമ സമയത്ത് പലരും ചോദിച്ചിട്ടോ, എന്തിനാണ് ഇത്രയെല്ലാം കഷ്ടപ്പെടുന്നത്, എവിടെയെങ്കിലും എത്തിച്ചേരുമോ? എന്നാൽ അവർ അധ്വാനിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഏത് വ്യക്തിയും ഉന്നത സ്ഥാനത്തെത്തുന്നത്. ഒരു ഡോക്ടർ, പേരുകേട്ട ഡോക്ടർ,
താൻ പറയും, അയ്യോ, ഒരുപാട് രോഗികൾ തൻ്റെ അടുക്കൽ വരുന്നു, ഒരുപാട് പണം താൻ സമ്പാദിക്കുന്നുണ്ട്. ഒരു ഡോക്ടറായി തീരണമെങ്കിൽ താൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഉറക്കമില്ലാത്ത രാവുകൾ ഉണ്ട് എന്ന് നാം അംഗീകരിക്കണം. അങ്ങനെയെങ്കിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം എവിടെയെങ്കിലും എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. നാം കർത്താവിനോട് കൂടെയായിരിക്കും, കർത്താവിനെ പോലെയായിത്തീരും, കർത്താവിന്റെ മുഖം കാണും, അവനെ ആരാധിക്കും, നിത്യതയോളം സ്വർഗത്തിൽ നാം വസിക്കും. ഇതാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രത്യാശ. ഈ ശരീരം മണ്ണോട് മണ്ണായി തീരുമെന്നാൽ നിത്യതയോളം കർത്താവിനോടുകൂടി തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ നാം ആയിരിക്കും. അതുകൊണ്ട് ദൈവഭക്തന്മാരാരും കഷ്ടങ്ങളെ സാരമായിട്ട് എണ്ണുന്നില്ല. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ലാതെ അനുഭവിക്കുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വിശ്വാസികളായ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനതിങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ പിറുപിറുക്കരുത്, പരിഭവിക്കരുത്, കംപ്ലൈന്റ് ചെയ്യരുത്. കാരണം അത് കർത്താവ് നമുക്ക് സന്തോഷത്തോടെ അനുഭവിക്കുവാൻ നൽകിയിരിക്കുന്നതാണ്. അതനുസരിച്ച് നമ്മുടെ തേജസ്സിന്റെ ഘനം കൂടുവാനായിട്ടിടയായിത്തീരും. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിനെ ശരിയായ വിധത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിന് വേണ്ടിയല്ല യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കുന്നവന് ഏറ്റവും ദയനീയനാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ മരിച്ചാൽ ഒരു ജീവിതമുണ്ട്, കർത്താവിനോടുകൂടി നിത്യതയിലായിരിക്കും. ആ സന്തോഷത്തോടുകൂടി യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് അവൻ തരുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി ആ പ്രത്യാശയോടെ ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനിടയായി. ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ത്യയിലൊക്കെയും ഹോളി എന്ന ഉത്സവം ആചരിക്കുകയാണല്ലോ. കർത്താവെ, എന്താണ് അതിൻ്റെ സത്യമെന്നറിയാതെ ജനം എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. എന്നാൽ കർത്താവെ, യഥാർത്ഥ സന്തോഷവും സമാധാനവും കർത്താവെ നീയാണ് നൽകിയിരിക്കുന്ന. നീയോടെ സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കേൾവിക്കാരായ എല്ലാവരെയും പരിപാലിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.